നമ്മളുണ്ടാക്കുന്ന ഫുഡുകൾ നമ്മളുടെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിലോ? അങ്ങനത്തെ ഒന്നാണ് ഈ മിനി ഇഡ്ഡലിയും ഈസി സാമ്പാറും. ഈ ഒരു സാമ്പാറിന് കുറേ പച്ചക്കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. ഉള്ളത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കൊരു സാമ്പാർ. പിന്നെ മടുപ്പ് തോന്നാത്ത വിധം മക്കൾക്ക് കുറച്ച് ഇഡ്ഡലിയും. എല്ലാതും പോലെ പരിപ്പ് ആദ്യം വേകുമ്പോഴേക്കും കുറച്ച് പച്ചക്കറികളെല്ലാം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം. ഇതിലാരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാ പച്ചക്കറികളും എല്ലാതും ഒപ്പം തന്നെ ഞാൻ ഇടുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി. ഞാൻ സാമ്പാർ പൊടി അധികം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഞാൻ ചെയ്യുന്ന സാമ്പാറുകൾക്ക് എരിവ് കമ്മിയാവും കേട്ടോ. കുറച്ച് പുളി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മിനി ഇഡ്ഡലി തട്ട്. ഇതിൽ വളരെ കുഞ്ഞൻ ഇഡ്ഡലികളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു സ്പൂൺ അളവിൽ മാത്രമാണ് അതിൽ മാവ് എടുക്കാൻ പറ്റൂ. ഇതെനിക്ക് ശാന്തിയൊക്കെ വാങ്ങി തന്നതാണ് കേട്ടോ. അല്ലു കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ നോക്കാൻ വന്നതാണ് ശാന്തിയൊക്ക. ശാന്തിയൊക്കെ തന്നെയാണ് എനിക്ക് ദേവക്കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഇഡ്ഡലി തട്ട് വാങ്ങി തന്നതേ. മിനി ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടോ. അതേ സമയം കൊണ്ട് സാമ്പാറും റെഡി ആയിട്ടോ. ഇപ്പോൾ എണ്ണയിൽ കുറച്ച് കടുക്, ജീരകം, ഉലുവ, പിന്നെ റെഡ് ചില്ലി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള കായം എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ അതിക്ക് ചേർക്കണേ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈസി സാമ്പാർ. ഈ ഇഡ്ഡലി ദേവക്കുട്ടിക്ക് നല്ല ഇഷ്ടമാട്ടോ. ഇഡ്ഡലിയും സാമ്പാറും സ്കൂളിലേക്ക് അവൻ കൊണ്ടുപോകാറുണ്ട്. ഇനി ഓരോരോ ഇഡ്ഡലികളെ ഞാൻ എടുത്ത് വയ്ക്കുകയാണേ. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ. ഇവിടുത്തെ പല ഹോട്ടലുകളിലും ഇതൊരു മെനുവിൽ ഉൾപ്പെട്ട ഒരു ഡിഷാണ് കേട്ടോ അത്, മിനി ഇഡ്ഡലി സാമ്പാർ. ഈ ഇഡ്ഡലിയുടെ മേലെ കുറച്ച് ഇഡ്ഡലി പൊടിയൊക്കെ ഇട്ടിട്ട് ഈ സാമ്പാർ കൂട്ടിയിട്ട് നന്നായിട്ട് കഴിക്കണം. ഞാൻ ദേവക്കുട്ടിക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇങ്ങനെ കൊടുത്തയക്കാറുണ്ട്. അവനും ഇത് ഇഷ്ടമാണ്. ഇപ്പോൾ അല്ലുക്കുട്ടിയാണെങ്കിലോ എടുത്ത് കഴിക്കാനും തുടങ്ങിയിരിക്കുന്നു.